ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇരിട്ടി ഫാമിലി. ഹർഷ ജിതീഷാണ്. നമുക്ക് ക്യാൻസർ വന്നു. ക്യാൻസറിന് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഒക്കെ ചെയ്യും. അത് കഴിഞ്ഞ ശേഷം നമുക്ക് എന്താണ് എന്നുള്ളൊരു യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. കാരണം ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞാലും നമ്മളെ ഈ പ്രശ്നങ്ങൾ പിന്നെ വേട്ടയെടുക്കും. കാരണം നമുക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞ ഒരു ടൈമിൽ നമ്മുടെ ഫ്രണ്ട്സ് അല്ല നമ്മുടെ ബന്ധുക്കൾ ഒക്കെ നമ്മളെ കാണാൻ വരും, അല്ല നമ്മളെ ഫോണിൽ നമ്മളോട് സംസാരിക്കും. അയ്യോ നിനക്ക് ക്യാൻസർ വന്നു, ദൈവമേ ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ലല്ലോ, ഇങ്ങനെ വന്നു. പിന്നെ അത് തന്നെയല്ല, ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഒക്കെ നമ്മളോട് സംസാരിക്കും. ഇതൊക്കെ ശരിയാണ്. ഇതുപോലെ തന്നെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ശേഷവും ഇതേപോലെ തന്നെ ഇവരൊക്കെ നമ്മുടെ അടുത്തെത്തും. കാരണം ഈ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഇനി ഇത് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് കേട്ടോ. എല്ലാവർക്കും അങ്ങനെയാണ് വരുന്നത്. കാരണം നമ്മളെ കാണുന്നത് ഒരു കണ്ണ് അങ്ങനെ തന്നെയാണ് കാണുന്നത്. കാരണം രണ്ടാമത് ഓൾറെഡി ഇതൊക്കെ തിരിച്ചു വരാനും സാധ്യതയുണ്ട്. പിന്നെ അത് തന്നെയല്ല, ഇത് തിരിച്ചു വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? അതായത് പിന്നെ മഞ്ഞൾ വെള്ളം കുടിക്കുക, ഫുഡിനകത്ത് നന്നായിട്ട് ഇഞ്ചി യൂസ് ചെയ്യുക. അതൊക്കെ ഇഞ്ചിയൊക്കെ യൂസ് ചെയ്യുന്ന മഞ്ഞളൊക്കെ നല്ലതാണ്. പക്ഷേ ഇത് ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണെന്ന് മാത്രമാണ് എല്ലാവരും നമ്മളോട് സംസാരിക്കുക. പിന്നെ പൈനാപ്പിൾ വെള്ളം കുടിക്കുക. പിന്നെ അത് തന്നെയല്ല, എന്താ പറയുക, നാരങ്ങ നീര് രാവിലെ, പിന്നെ ഇളം ചൂട് വെള്ളത്തിൽ നാരങ്ങ നീര്, തേൻ, ഇതൊക്കെ സമം കലർത്തി കുടിക്കുക. ഇതൊക്കെ കഴിക്കണം കേട്ടോ. ഇല്ല ഇത് തിരിച്ചു വരും. കാരണം ഈ പേഷ്യൻസിൻ്റെ ഉള്ളിൽ ശരിക്കും അവരെ കൊണ്ടുവരുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ രോഗം ഇത് നമ്മളെ വിട്ടിട്ട് പോയിട്ടില്ല. കാരണം പിന്നെ തിരിച്ചു വരും. ഇത് തന്നെയാണ് നമുക്ക് ഇവരൊക്കെ തരുന്ന, അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് ഇവർ നമുക്ക് തരുന്ന ഇൻഫർമേഷൻ. പക്ഷേ ചിലർക്ക് തിരിച്ചു വരാറുണ്ട് കേട്ടോ. നമ്മൾ തിരിച്ചു വരുമോ അല്ല വരില്ല എന്ന് വിചാരിച്ച് നമ്മൾ ആരും ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്ന. ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞു പോയി. ഇത് നമ്മുടെ രണ്ടാമത്തെ ജന്മമാണ്. ശരിക്കും പറയുവാണെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റിന് ശേഷം നമ്മൾ ഓക്കെ ആണെന്ന് പറയുന്ന ഒരു സമയത്ത് ഒന്ന് നമ്മുടെ ഒരു മരണത്തെ നമ്മൾ കൺമുമ്പിൽ കണ്ട ഒരു സമയം, അത് നമ്മളിൽ രക്ഷപ്പെട്ട് അതിൽ നിന്ന് നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നൊരു സമയം. പിന്നെ നമ്മൾ ഈ മരണത്തെ തന്നെ പേടിച്ച് കഴിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്കിനി ഒരിക്കലും അത് തിരിച്ചു വരില്ല എന്ന് വിചാരിച്ച് നമ്മുടെ മൈൻഡ് അതായ ഒരു പവറിൽ സെറ്റാക്കി വെക്കുക. നമ്മുടെ മൈൻഡ് തന്നെ നമ്മൾ സെറ്റാക്കുക. പിന്നെ എല്ലാവരും പറയുന്ന പോലെ ക്യാൻസർ പേഷ്യൻസ് ആണെന്നും പറഞ്ഞ് നമ്മളാരും വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരിക്കേണ്ട. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, ഒതുങ്ങിക്കൂടിയിരിക്കേണ്ട. നമ്മൾ ധാരാളം യാത്രകൾ പോകാം. നമ്മൾ അതിനകത്ത് മാസ്ക് ഒക്കെ ഉപയോഗിക്കുക. കാരണം അതെല്ലാം നമ്മൾ ക്ലീൻ ആയിട്ട് വേണം നമ്മൾ പോകാൻ. നമ്മുടെ മനസ്സിന് സന്തോഷം എന്താണോ അത് തന്നെ നമ്മൾ കണ്ടെത്തുക. പിന്നെ ബുക്സ് വായിക്കുന്നവർക്കാണ് ഇഷ്ടം പോലെ ബുക്സ് വായിക്കുക. പിന്നെ ഇപ്പോൾ അത് വായിക്കാനൊന്നും അധികം ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. അപ്പം നമ്മൾ യൂട്യൂബൊക്കെ ആണെങ്കിലും നമുക്ക് തുറന്നു വെക്കാം. നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ജോലികൾ, അതായത് ഡോക്ടേഴ്സ് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, ചെറിയ ജോലികളൊക്കെ ചെയ്യുക. പിന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മൾ നന്നായിട്ട് നടക്കുക, പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക, പിന്നെ അത്യാവശ്യം നന്നായിട്ട് ഫുഡ് കഴിക്കുക. അതായത് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുക. പിന്നെ നമ്മുടെ മനസ്സിനെ എന്താ പറയുക, അലട്ടുന്ന ഒരു പിന്നെ അങ്ങനെ ഒരു ഫോൺ കോൾ വരുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ കൂടപ്പിറപ്പായിരിക്കാം, അല്ലെങ്കിൽ സഹതപിക്കുന്നവരുടെ അടുത്തുനിന്ന് നമ്മളത് മാറുക. സഹതാപമൊന്നും വേണ്ട, ഒരു സഹതപിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഓക്കെ ആയിരിക്കാം, നമ്മൾ തന്നെ ശ്രദ്ധിക്കുക, നമ്മൾ ഹെൽത്തി ഫുഡ് കഴിക്കുക, നമ്മൾ ഓക്കെ ആകാം. പിന്നെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല. ഞാൻ തന്നെയാണേലും എൻ്റെ ഡോക്ടർമാരെ കാണുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് എൻ്റെ പരാതികളും സങ്കടങ്ങളും ഒക്കെ. ഇപ്പം ശ്രീധരൻ ഡോക്ടറെ കണ്ടിട്ട് എനിക്ക് കോൺസ്റ്റിപ്പേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനത് 100 വട്ടം ഞാൻ ചോദിച്ചു, എനിക്ക് കോൺസ്റ്റിപ്പേഷൻ എന്തുവാ മാറാത്തത്, ഇത്രയും കാലമായിട്ടൊന്നും മാറുന്നില്ലല്ലോ, അല്ല എനിക്ക് അങ്ങനത്തെ ക്ഷീണമാണ്, എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഞാനും പറയാറുണ്ട്. കാരണം ഇതൊക്കെ നമ്മൾ ഇത്രയും പിന്നെ കാഠിന്യമേറിയ ഒരു ട്രീറ്റ്മെൻറ്റിൽ കൂടെ കടന്നു പോയവരാ. അതായത് ശരിക്കും നമ്മൾ എന്നാ പറയുക, പിന്നെ ഇരുമ്പായുധങ്ങൾ ഉണ്ടാക്കുന്ന പോലെ നമ്മൾ ഉലയിൽ നമ്മൾ ഒന്നിട്ട് നമ്മളൊന്ന് ഊതി അത് ജ്വലിച്ച് പറക്കി നമ്മൾ അങ്ങനെ ഒന്ന് മാറി നമ്മൾ എക്സ്ട്രാ വന്ന ഒരു സംഭവമാണ് നമ്മുടെ ഇന്നത്തെ ലൈഫ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ടാകും. കാരണം അതെല്ലാവരും ഉൾക്കൊള്ളണം കേട്ടോ. എന്നെപ്പോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ക്യാൻസർ പേഷ്യൻസ് ഒക്കെ ഉണ്ട്. അവരുടെ എല്ലാവരുടെയും ഒരു സംശയമാണ്. അവർക്ക് എന്നെ വിളിക്കാറുണ്ട്, എന്നോട് പറയാറുണ്ട് ഞങ്ങൾക്ക് അവിടെ പെയിൻ ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ സർജറി ചെയ്തെടുത്ത് വേദനയുണ്ട്. ഞാനും നേരം പറയും, കാരണം ഞാനും ഓക്കെ അല്ല, എൻ്റെ അവസ്ഥകളൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത് പതുക്കെ മാറും. കാരണം ഇതിൻ്റെയൊക്കെ സൈഡ് എഫക്റ്റ് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ കീമോയുടെ സൈഡ് എഫക്റ്റ് പെട്ടെന്ന് മാറും, അല്ലെങ്കിൽ അതൊക്കെ പറയും. പക്ഷേ അതിനകത്ത് സൈഡ് എഫക്റ്റ് നമുക്ക് കുറേ കാലങ്ങൾ, ഇതൊക്കെ ഇത്രയോ ശക്തമായ മരുന്നുകളാണ് നമ്മുടെ ബോഡിയിൽ കൂടെ
പിന്നെ കടത്തി വിടുന്നത്. പിന്നെ റേഡിയേഷൻ്റെ അവസ്ഥയാണെങ്കിലും നമ്മൾ റേഡിയേഷനൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ കുറേ കാലങ്ങളോളം അതെല്ലാത്തിനും പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പം എനിക്കാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഇമ്മ്യൂണോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം ആ മരുന്നിനുണ്ടാകും സൈഡ് എഫക്റ്റ്. ഇതൊക്കെ നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ. അതൊക്കെ അതിൻ്റെ ഈ രോഗത്തിൻ്റെതായ ഒരു ഭാഗമാണ്. പിന്നെ നമ്മൾ ഏറ്റവും ചിന്തിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ മൈൻഡ് എപ്പോഴും, ഞാൻ പറഞ്ഞ മൈൻഡ് എപ്പോഴും പവറാക്കി വെക്കാം. പക്ഷേ എല്ലാവർക്കും ഒന്നും അങ്ങനെ മനസ്സ് അങ്ങനെയൊന്നും പവറാക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ക്യാൻസർ ഫ്രണ്ട്സ് ആണെങ്കിലും, അവരൊക്കെ എന്തുകൊണ്ട് സങ്കടത്തോടെ ഓരോ കാര്യങ്ങൾ പറയുന്നു. അവരുടെ ഒന്നും മൈൻഡ് ഒട്ടും പവറല്ല. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരുമ്പോൾ അവർക്കൊക്കെ വേദനകൾ, ടെൻഷൻസ് ഒക്കെയാണ്. കാരണം അങ്ങനെയാണ് നമ്മൾ ഈ രോഗം, നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതൊക്കെ അങ്ങനെയാണ്. പിന്നെ ഓരോരുത്തർ രണ്ടാമത് തിരിച്ചു വരുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ ഒത്തിരി ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അതൊന്നും ചിന്തിക്കേണ്ട, നിങ്ങളാരും അങ്ങനത്തെ ടെൻഷൻസ് ഒന്നും അടിക്കേണ്ട. അങ്ങനെ ബുദ്ധിമുട്ടുകൾ നമുക്ക് തോന്നുവാണെങ്കിൽ നമുക്കൊരു സൈക്കോളജിസ്റ്റിൻ്റെ സേവനമൊക്കെ നമുക്ക് തേടാൻ കേട്ടോ. അപ്പം നമുക്കൊരു കൗൺസിലിങ്ങായി കാര്യങ്ങളായി അവരൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞു തരും. കാരണം നമ്മളെപ്പോഴും പ്ലസൻ്റ് ആയിട്ട് ഇരിക്കുക. അതായത് നമുക്ക് നെഗറ്റീവ് എനർജി നമ്മുടെ ജീവിതത്തിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഫുള്ള് കാണിക്കുന്നതും ചെയ്യുന്നതും നമുക്ക് വരുന്നത് എല്ലാം നെഗറ്റീവായിരിക്കും. എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് സന്തോഷത്തോടെ ഇരിക്കുക കേട്ടോ. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ക്യാൻസറിന് ശേഷം എന്താണ്, ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ശേഷം എന്താണ് എന്നും കരുതി ആരും എനിക്കിനിപ്പം തിരിച്ചു വരുമല്ലോ, രണ്ടാമത് തിരിച്ചു വരുമല്ലോ, മൂന്നാമത് തിരിച്ചു വരുമല്ലോ എന്ന് വിചാരിച്ച് ആരും നോക്കിയിരിക്കേണ്ട കേട്ടോ. നിങ്ങൾക്ക് ദൈവം തന്ന ബോണസാണ്. ഒരു ദിവസം നമുക്ക് നമ്മുടെ ആയുസ് ദൈവം തന്നത് മാത്രമാണ്. കാരണം നമ്മൾ എത്രത്തോളം നമുക്ക് പഴയതുപോലെ ജോലി ചെയ്യാനോ പഴയതുപോലെ ആക്റ്റീവ് ആകാനൊന്നും ചിലപ്പോൾ നമുക്ക് പറ്റുന്നില്ല. പക്ഷെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ കണ്ടെത്തി നമ്മൾ ഭയങ്കര സന്തോഷിച്ച് നമ്മൾ മുമ്പോട്ട് പോവുക. അപ്പം നമുക്ക് ഒരു രോഗത്തിന് നമ്മളെ രണ്ടാമത് കീഴ്പ്പെടുത്താൻ പറ്റില്ല കേട്ടോ.